പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 4ാം ക്ലാസ് ഫിഖ്ഹ് അർദ്ധവാർഷിക പരീക്ഷ മോഡൽ ചോദ്യപേപ്പർ പരിചയപ്പെടുത്തുന്നതും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉണർത്തുന്നതുമായ എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടു കഴിയുന്നതിലൂടെ തന്നെ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വെറുതെ നഷ്ടപ്പെടുത്തി കളയരുത്, മുഴുവനായി തന്നെ കാണുക. പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഒരു മോഡൽ ചോദ്യപേപ്പർ ഒന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് ശരിക്ക് ശരി നൽകാനാണ്. 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ചോദ്യത്തിന് ശരിയായ വക ടിക്കറ്റ് തിരഞ്ഞെടുക്കാനാണ്. എളുപ്പമുള്ള ചോദ്യമാണ്. തോഹിർ എന്നാണ് ഒന്നാമത്തത്. അതിൽ മഴവെള്ളം, കഞ്ഞിവെള്ളം, കടൽ വെള്ളം ഏതായിരിക്കും തോഹിറിനോട് യോജിച്ചത്? തോഹിർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ശുദ്ധീകരണമല്ലാത്തതിന് ഉപയോഗിക്കുന്ന വെള്ളമാണ്. കുടിക്കാനും മറ്റുമായി ശുദ്ധീകരണത്തിനല്ലാതെ ഉപയോഗിക്കുന്നതാണ്. തഹൂറാണ് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതും. ഇവിടെ ചോദിച്ചിട്ടുള്ളത് തോഹിറാണ്. മാറിപ്പോവരുത്, മാർക്ക് നഷ്ടപ്പെടും. മഴവെള്ളവുമല്ല, കടൽ വെള്ളവുമല്ല, കഞ്ഞിവെള്ളമാണ് തോഹിറിൽ ഇതിൽ തിരഞ്ഞെടുക്കാനുള്ളത്. ഇനി മുഅല്ലലായ നജസ് ഏതാണ്? നായ, മലം, വദിയ്. നായയും പന്നിയാണല്ലോ മുഅല്ലലായ നജസിൽ വരുന്നത്. അപ്പം നായ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. മൂന്നാമത്തത് ശൗച്യം ചെയ്യൽ ഹറാമായ വസ്തു. ടിഷ്യൂ പേപ്പർ, കല്ല്, എല്ല്. ടിഷ്യൂ പേപ്പറും കല്ലൊക്കെ ശൗച്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. എല്ല് കൊണ്ട് ശൗച്യം ചെയ്യൽ എന്താണ്? ഹറാമാണ്. അതൊക്കെ നമുക്ക് എളുപ്പമായിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് വേഗം വായിച്ചു പോവുകയാണ്. നാലാമത്തത് കുളിയുടെ ഫർളുകൾ. 4, 2, 6 കൊടുത്തിട്ടുണ്ട്. 6 നമ്മൾ വുളൂഇൻ്റെ ഫർളുകളൊക്കെ വിചാരിച്ചുകൊണ്ട് 6ആണെന്ന് കണക്കൂട്ടരുത്. കുളിയുടെ ഫർളുകളാണ് ചോദിച്ചിട്ടുള്ളത്. ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. 2 ഉള്ളൂ. ഒന്ന് നീയത്തും മറ്റൊന്ന് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വെള്ളം എത്തിക്കുക. അതാണല്ലോ. 5ാമത്തത് ഫാത്തിഹയിൽ ഷദ്ദുകൾ. ഫാത്തിഹയിലെ ഷദ്ദുകൾ എത്രയാണ്? അത് പാഠഭാഗത്തിൽ പറയുന്നുണ്ട്. ഓപ്ഷൻസ് 14, 13, 10 ഉണ്ട്. 14 14 ഷദ്ദുകളാണ് ഫാത്തിഹയിൽ വരുന്നത്. ഇനി 6ാമത്തത് ഒരു തയമ്മും കൊണ്ട് നിസ്കരിക്കാം. 3 ഫർള്, 1 ഫർള്, 2 ഫർളുകൾ. 1 ഫർളാണ് ശരിയായത്. സുന്നത്ത് എത്രയുമാകാം എന്ന് നമ്മൾ പഠിച്ചതാണ്. ഇനി 2ാമത്തെ ചോദ്യം തെറ്റുകൾ ശരിയാക്കാം എന്നുള്ളതാണ്. വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ വളരെ ഉപകാരപ്രദമായ നല്ല വീഡിയോകൾ ചെയ്യുന്നതിന് ഞങ്ങൾക്കുള്ള പ്രചോദനവും പ്രോത്സാഹനവും നിങ്ങൾ തരുന്ന സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തൊന്ന് സഹായിക്കുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി സൂചകമായിട്ട് താങ്ക്സോ അൽഹംദുലില്ലയോ മറ്റോ എന്തെങ്കിലും ഒന്ന് എഴുതി അറിയിക്കുകയും ചെയ്യുക. ചോദ്യത്തിലേക്ക് വരാം. ചെറിയ അശുദ്ധിയെ ഉയർത്താൻ കുളിക്കണം. അപ്പോൾ അതിൽ തെറ്റുണ്ട്, അത് ശരിയാക്കി നമ്മൾ എഴുതണം. എന്താണ് അതിൻ്റെ ശരി? ചെറിയ അശുദ്ധിയെ ഉയർത്താൻ വുളൂ ചെയ്യണമെന്നാണ്. ചെറിയ അശുദ്ധിയെ ഉയർത്താൻ കുളിക്കേണ്ട ആവശ്യമില്ല, വുളൂ ചെയ്യണം എന്നതാണ് അതിൻ്റെ ശരി. 2ാമത്തത് ഖുർആൻ ഓതാൻ വുളൂ നിർബന്ധമാണ് എന്നുള്ളതാണ്. ഇത് പലർക്കും സംശയമായിരിക്കും. ശരിയാണല്ലോ, ഖുർആൻ ഓതാൻ വുളൂ നിർബന്ധമാണല്ലോ. ഖുർആൻ ഓതാനല്ല, ഖുർആൻ തൊടാനും ചുമക്കാനും ഒക്കെയാണ് വുളൂ നിർബന്ധമായി വരുന്നത്. ഇപ്പോൾ എനിക്ക് യാസീൻ കാണാതെ അറിയാം. ഞാനിപ്പോൾ വുളൂ ഇല്ലാതെ യാസീൻ ഓതുന്നത് തെറ്റുണ്ടോ? ഇല്ല. അപ്പോൾ അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. ഖുർആൻ ഓതാൻ വുളൂ സുന്നത്താണ്. അപ്പോൾ തൊടാനും ചുമക്കാനും ഒക്കെ വുളൂ നിർബന്ധമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. 3ാമത്തത് പുറപ്പെട്ട വസ്തു നനവില്ലെങ്കിൽ ശൗച്യം ചെയ്യൽ വാജിബാണ് എന്നാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലെന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നമുക്ക് വായിച്ചു നോക്കാം. പുറപ്പെട്ട വസ്തു നനവില്ലെങ്കിൽ ശൗച്യം ചെയ്യൽ സുന്നത്താണ്. അപ്പോൾ അത് നനവില്ല, ഉണങ്ങിയതാണെങ്കിൽ എന്താണ് അവിടെ വൃത്തിയാക്കൽ സുന്നത്തേ ഉള്ളൂ. 4ാമത്തത് 8 വയസ്സായ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം എന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ അങ്ങനെയല്ല പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. 7 വയസ്സായ കുട്ടികളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം എന്നുള്ളതാണ്. 10 വയസ്സായാൽ പിന്നെ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം എന്നും നമ്മൾ പാഠഭാഗത്തിൽ പഠിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് ശരിയാക്കി എഴുതണമെങ്കിൽ നമുക്ക് പാഠഭാഗവുമായി നല്ല ബന്ധമുണ്ടാവണം. പാഠങ്ങളൊക്കെ നന്നായി വായിക്കണം. എന്നാലേ വേഗം ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ.
ഇനി നമുക്ക് മൂന്നാമത്തേലേക്ക് വരാം. വ്യക്തമാക്കാം എന്നുള്ളതാണ്. ഈ ചോദ്യപേപ്പറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇനി വായിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഇപ്പോൾ തന്നെ അത് പഠിച്ചു വെക്കുകയും ചെയ്യുക. തഹൂർ, എന്താണ് തഹൂർ? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതുമാണ് തഹൂർ. അപ്പോൾ തോഹിറോ, സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതും, കഞ്ഞിവെള്ളം പോലാത്തത്. രണ്ടാമത്തത് നിഫാസാണ്. പ്രസവത്തിനു ശേഷം 15 ദിവസം കഴിയും മുമ്പ് ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ്. പ്രസവത്തിന് ശേഷം 15 ദിവസം കഴിയും മുമ്പ് ഗർഭപാത്രത്തിൽ നിന്നും പുറപ്പെടുന്ന രക്തമാണ് നിഫാസ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് തയമ്മം. നീയത്തോടുകൂടി മുഖത്തും 2 കൈകളിലും തഹൂറായ മണ്ണ് ഉപയോഗിക്കലാണ് തയമ്മം. നീയത്തോടുകൂടി മുഖത്തും 2 കൈകളിലും തഹൂറായ ശുദ്ധിയുള്ള മണ്ണ് ഉപയോഗിക്കലാണ് തയമ്മം. പഠിച്ചു വെക്കുക. നാലാമത്തത് റുക്കു ആണ്. 2 ഉള്ളം കൈകൾ 2 കാൽമുട്ട് എത്തും വിധം കുനിയലാണ് റുക്കു. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 4 കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഇനി നാലാമത്തത് 2 വീതം എഴുതാം എന്നുള്ളതിൽ 2 അതിൽ വരുന്നതെല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ്, ഓർമ്മ വരുന്നത് എഴുതട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. 1 മുത്തവസ്സിത്തായ നജസ്. ഏതൊക്കെയാണ്? മലം, മൂത്രം, ഛർദ്ദിച്ചത്, രക്തം, ചലം. ഇതൊക്കെ മുത്തവസ്സിത്തായ, സ്ട്രോങ് ഉള്ളതുമല്ല, എന്നാൽ പറ്റനെ സ്ട്രോങ് കുറഞ്ഞതുമല്ല, അതിൻ്റെ ഇടയിൽ വരുന്ന മുത്തവസ്സിത്തായ നജസ്സുകളാണ്. രണ്ടാമത്തത് വുളൂ സുന്നത്തുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഖുർആൻ ഓതുക, ബാങ്ക് വിളിക്കുക, ഖബർ സിയാറത്ത് ചെയ്യുക, പള്ളിയിൽ പ്രവേശിക്കുക, ഉറങ്ങാൻ ഉദ്ദേശിക്കുക. ഇതിനൊക്കെ വുളൂ സുന്നത്താണ്. ഇവിടെ കണ്ടില്ലേ, ഖുർആൻ ഓതുക എന്നുള്ളത് മനപ്പാടുള്ളത് ഖുർആൻ തൊടാതെ ഓതുന്നതിനാണ്. മൂന്നാമത്തത് ചെറിയ അശുദ്ധിയുള്ളവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിസ്കാരം, ത്വവാഫ്, മുസ്ഹഫ് തൊടൽ, ചുമക്കൽ, ജുമുഅയുടെ ഖുതുബ, സുജൂദ്. ഇതൊക്കെ ചെറിയ അശുദ്ധിയുള്ളവർക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്. നാലാമത്തത് ഫാത്തിഹയിൽ സൂക്ഷിക്കേണ്ടവ: ഷദ്ദുകൾ, മദ്ദുകൾ, ഹർഫുകൾ, മഖ്റജുകൾ, തർത്തീബ്, ശേഷം മുവാലാത്തും വരുന്നുണ്ട്. അതും കൂടെ ഓർമ്മയിലിരിക്കട്ടെ. അപ്പോൾ ഇതൊക്കെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളാണ്. നിങ്ങൾക്ക് എളുപ്പമുള്ളത് പഠിക്കുക. ഉറപ്പായും ഇതിൽ നിന്ന് നിങ്ങൾക്ക് 2-3 ചോദ്യങ്ങൾ ഒരു 10 മാർക്കിന് പ്രതീക്ഷിക്കാവുന്നതാണ്. പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. ഇനി അഞ്ചാമത്തത് ഉത്തരം എഴുതാം എന്നുള്ളതിൽ 4 പ്രധാന ചോദ്യങ്ങൾ വരുന്നുണ്ട്. നിന്നുകൊണ്ട് നിസ്കരിക്കുന്നവൻ കിബിലക്ക് മുന്നിടണം. എന്തുകൊണ്ട്? നെഞ്ചുകൊണ്ട് കിബിലക്ക് മുന്നിടണം. 2 മുസ്തഅമിൽ എന്നാൽ എന്ത്? ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളത്തിന് മുസ്തഅമൽ എന്ന് പറയും. ശ്രദ്ധിക്കുക. 3 റുക്കൂഇൽ നിന്ന് ഉയരുമ്പോൾ എന്തു ചൊല്ലണം? സമിഅല്ലാഹു ലിമൻ ഹമീദ. നാലാമത്തത് ഖളാ വീട്ടാൻ പാടില്ലാത്ത നിസ്കാരം ഏത്? ഹൈലോ നിഫാസോ ഉള്ള അവസരത്തിലെ നിസ്കാരം. ആ സമയത്ത് നഷ്ടപ്പെട്ട നിസ്കാരം ഖളാ വീട്ടാൻ പാടില്ലാത്തതാണ്. ആ സമയത്തുള്ള നിസ്കാരം നിസ്കരിക്കാനും പാടില്ല. ആറാമത്തത് പൂരിപ്പിക്കാം എന്നുള്ളതാണ്. അല്ലാഹുമ്മ ത്വഹിർ ഖൽബി മിനൻ നിഫാഖി വഹസിൻ ഫർജി മിനൽ ഫവാഹിഷ്. രണ്ടാമത്തത് ലാ സ്വലാത്ത ലിമല്ലം യഖ്റഅ ബി ഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാത്തവർക്ക് നിസ്കാരമില്ല, അവൻ്റെ നിസ്കാരം ശരിയാവുകയില്ല എന്നർത്ഥത്തിന്. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നല്ല നല്ല പേപ്പറുകൾ വരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉത്തരം എഴുതിയിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യും. നഷ്ടമാവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. മറ്റൊരു പേപ്പർ കൂടെ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്, വായിക്കുന്നില്ല, നിങ്ങൾക്ക് തന്നെ നോക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.